സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. മനസ്സും ശരീരവും ഒരുപോലെ കുളിർപ്പിക്കുന്ന 2 കിടിലൻ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേനൽക്കാലത്ത് ആഹാരം കഴിക്കുന്നതിനേക്കാൾ തണുപ്പുള്ള പാനീയങ്ങൾ കുടിക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുക. ഈ പാനീയങ്ങൾ ദാഹം മാത്രമല്ല, നിങ്ങളുടെ വിശപ്പും ശമിപ്പിക്കും. ഉണ്ടാക്കാനോ അതിലേറെ എളുപ്പം. മാംഗോ സാഗോ ഡ്രിങ്കും അവിൽ മിൽക്കുമാണ് ഇന്നുണ്ടാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾക്ക് മാംഗോ സാഗോ ഡ്രിങ്ക് ഉണ്ടാക്കാം. ഇപ്പോൾ മാങ്ങ സീസണാണല്ലോ. നല്ല പഴുത്ത മാങ്ങ കൊണ്ട് ഐസ്ക്രീം പോലത്തെ രുചിയിൽ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാം. ഇതിന് ആദ്യം ചിയാ സീഡ് 1 സ്പൂൺ എടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് 10 മിനിറ്റ് വയ്ക്കുക. ചിയാ സീഡിന് പകരം സബ്ജ സീഡും യൂസ് ചെയ്യാം. ഇവ രണ്ടും ശരീരഭാരം കുറയ്ക്കാനും ശരീരത്തിനെ തണുപ്പിക്കാനും കഴിവുള്ള 2 ഹെൽത്തി സീഡുകളാണ്. ചിയാ സീഡ് ഒരു പാക്കറ്റിന് 40 രൂപയേ വിലയുള്ളൂ. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ലഭ്യമാണ്. നിങ്ങളുടെ കയ്യിൽ സബ്ജ സീഡാണ് ഉള്ളതെങ്കിൽ 1 സ്പൂൺ സബ്ജ സീഡ് 1/4 കപ്പ് വെള്ളത്തിൽ 10 മിനിറ്റ് കുതിർക്കാനിടാം. കുതിർന്നു കഴിയുമ്പോൾ 2 സീഡുകളും സൈസ് വലുതായി നല്ല വഴുവഴുപ്പുള്ളതായി മാറും. ഇനി അടുത്തതായി 1/4 കപ്പ് ചൊവ്വരി ഒരു ബൗളിലേക്കിട്ട് 2 പ്രാവശ്യം കഴുകുക. ഇനി ഇത് വേവിക്കണം. ഗ്യാസ് കത്തിച്ച് ഒരു പാത്രം വയ്ക്കുക. പാത്രത്തിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിക്കുക. കുറച്ച് കൂടുതൽ വെള്ളം വെക്കണം. ഇനി വെള്ളം ചൂടാകുമ്പോൾ കുതിർത്ത് വെച്ച ചൊവ്വരി ഇട്ട് വേവിക്കുക. ചൊവ്വരി വെന്ത് വരുമ്പോൾ 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, അല്ലാതെയും ഉണ്ടാക്കാം. ചൊവ്വരിയിൽ കുറച്ച് സ്വീറ്റ് ഉള്ളത് കുറച്ചുകൂടി നമ്മുടെ ഡ്രിങ്കിന് ടേസ്റ്റ് തരും. ചൊവ്വരി വെന്ത് കണ്ണാടി പാകമാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ചൊവ്വരി അരിച്ചെടുക്കുക. ചൊവ്വരി ഒന്നിനോടൊന്ന് ഒട്ടാതെ ഇരിക്കാൻ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല മുത്തുമണി പോലത്തെ ചൊവ്വരി വേവിച്ചത് മാറ്റിവെക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് മാമ്പഴമാണ്. 2 മാമ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മാമ്പഴത്തിൻ്റെ ഞെട്ടി കളഞ്ഞ് തോൽ മാറ്റുക. ഇനി മാമ്പഴം ഒരു മിക്സി ജാറിലേക്ക് അരിഞ്ഞിടുക. മാമ്പഴത്തിൻ്റെ കുറച്ച് തുണ്ടുകൾ അലങ്കരിക്കാൻ മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് 2 പാക്കറ്റ് ഹോർലിക്സ് ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. മാമ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് നല്ല തണുത്ത പാല് 1 കപ്പ് ഒഴിക്കുക. പാല് ഫ്രീസറിൽ വെച്ചതുകൊണ്ടാണ് കട്ടയായിരിക്കുന്നത്. ഇനി ഇതെല്ലാം ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ചേർത്ത ഹോർലിക്സ് അടിയിൽ പോയി ഒട്ടിയിരിക്കും. ഇനി ഇത് അടിച്ചെടുക്കുക. ഇനി ഇത് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. നല്ല ക്രീമി മാംഗോ ഷേക്ക് റെഡി. നമ്മൾ വേവിച്ചു മാറ്റിവെച്ച ചൊവ്വരി ഇതിലേക്ക് ചേർക്കുക. കുതിർത്ത ചിയാ സീഡ് കൂടി ചേർക്കാം. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. 3 ഗ്ലാസ് ഷേക്കാണ് ഈ അളവിൽ നിന്ന് നമ്മൾക്ക് ലഭിച്ചത്. കൂടുതൽ അളവിലാണ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടതെങ്കിൽ അതിനനുസരിച്ച് അളവുകൾ കൂട്ടുക. ഇനി ഇതിലേക്ക് കുറച്ച് മാമ്പഴത്തുണ്ടുകൾ കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി രുചിക്കും കാണാനും നട്ട്സ് മുറിച്ചതിട്ട് അലങ്കരിക്കാം. ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ ദാഹവും മാറും, വിശപ്പും മാറും. കൂടാതെ നല്ല ഉന്മേഷവും ഉണ്ടാവും. കുട്ടികൾക്ക് ഇത്തരം റെസിപ്പികൾ എന്തായാലും ഇഷ്ടപ്പെടും. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഐസ്ക്രീം പാർലറിൽ കിട്ടുന്നതിനേക്കാൾ രുചിയിൽ നമ്മൾക്കിത് ഉണ്ടാക്കാം. കൂടാതെ എക്കണോമിക്കലാണ് താനും. 10 മിനിറ്റ് മതി ഇതുണ്ടാക്കാൻ. എല്ലാവരും ഇതുണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ. ഇനി രണ്ടാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തി അവിൽ മിൽക്കാണ്. ഇതിനു വേണ്ട സാധനങ്ങൾ പഴം, പാല്, അവില്, നിലക്കടല, കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പ് നുറുക്കിയത്, പഞ്ചസാര എന്നിവയാണ്. ആദ്യം നമ്മൾക്ക് അവിൽ വറുത്തെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് 1 കപ്പ് അവിൽ ചേർത്ത് വറുക്കുക. സിമ്മിൽ വറുക്കണം. എന്നാലേ അവിൽ നല്ലപോലെ എല്ലായിടവും ഒരുപോലെ മൊരിഞ്ഞു വരികയുള്ളൂ. ഞാൻ ഇന്നിവിടെ ബ്രൗൺ അവിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് സാദാ കട്ടിയുള്ള അവിലിലും ഇത് തയ്യാറാക്കാം. അവിൽ നല്ലപോലെ ക്രിസ്പി ആവുന്നത് വരെ വറക്കണം. ഇതെടുത്ത് കൈകൊണ്ട് പൊട്ടിച്ചു നോക്കിയാൽ അറിയാം. പെട്ടെന്ന് അവിൽ പൊട്ടുന്നുണ്ടെങ്കിൽ അറിയാം ഇതിൻ്റെ വറവ് കറക്റ്റാണെന്ന്.
ഇനി വറുത്ത അവിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ ചൂടായ പാനിൽ തന്നെ 1/2 കപ്പ് ഉപ്പില്ലാത്ത നിലക്കടല കൂടി വറുത്തെടുക്കാം. വറുത്ത നിലക്കടലയാണെങ്കിൽ ഒന്നുകൂടി വറുത്തെടുക്കണം. വറുക്കാത്ത നിലക്കടലയാണെങ്കിൽ സിമ്മിൽ വെച്ച് നല്ല ക്രിസ്പി ആകുന്നത് വരെ ഏകദേശം 10 മിനിറ്റ് വറുക്കുക. ഇനി അടുത്തതായി നമ്മൾക്ക് ഒരു ബൗളിൽ 3 പഴം എടുത്ത് മാഷ് ചെയ്യുക. നല്ല മധുരമുള്ള പഴുത്ത പഴം എടുക്കുക. മാഷർ കൊണ്ട് ഒന്ന് മാഷ് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ അവിൽ മിൽക്ക് തയ്യാറാക്കാൻ വേണ്ട എല്ലാ ചേരുവകളും തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇത് നേരത്തെ ഉണ്ടാക്കി വെക്കരുത്, കാരണം അവിൽ പാലിൽ കുതിർന്ന് അവിലിൻ്റെ കരുവരുപ്പ് നഷ്ടപ്പെടും. നേരത്തെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. കുടിക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രം ഉണ്ടാക്കുക. ഇനി ഇത് നമ്മൾക്ക് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാം. ഇതിന് കുറച്ച് നീളമുള്ള ഗ്ലാസ് എടുക്കുക. ഗ്ലാസ്സിലേക്ക് ആദ്യം നമ്മൾ കുഴച്ചു വെച്ച പഴം 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് നിലക്കടല ചേർക്കുക. ഇനി നമ്മൾക്ക് കുറച്ച് വറുത്ത അവിൽ ചേർത്ത് കൊടുക്കാം. അവിലിന് മുകളിൽ 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. അതിനുശേഷം പഞ്ചസാരയുടെ മുകളിൽ കുറച്ച് നട്ട്സ് നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പാലൊഴിക്കുക. കാച്ചി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ് ചേർക്കേണ്ടത്. വീണ്ടും പഴം ചേർക്കുക. അടുത്തതായി നിലക്കടല, പിന്നെ അവിലിന് മുകളിൽ പഞ്ചസാര, പിന്നെ നുറുക്കിയ നട്ട്സ്, അതിനു മുകളിൽ നല്ല തണുപ്പിച്ച പാല്, അങ്ങനെ ഗ്ലാസിൻ്റെ മുകൾ വരെ നിറയ്ക്കുക. ഇനി ഇതിനു മുകളിൽ 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടി വെച്ചു കൊടുക്കാം. മുകളിൽ കുറച്ച് നട്ട്സ് വിതറി അലങ്കരിക്കാം. അവിൽ മിൽക്ക് കൂടുതൽ സുന്ദരിയാക്കാൻ ഒരു ചെറി കൂടി വെച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ഹെൽത്തി അവിൽ മിൽക്ക് റെഡി. അവിൽ മിൽക്ക് പലതരത്തിൽ ഉണ്ടാക്കാം. ചോക്ലേറ്റ് അവിൽ മിൽക്ക്, ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് അവിൽ മിൽക്ക്, ബൂസ്റ്റ് അവിൽ മിൽക്ക്, ടെൻഡർ കോക്കനട്ട് അവിൽ മിൽക്ക് എന്നിങ്ങനെ വ്യത്യസ്ത രുചിയിലും ഫ്ലേവറിലും പലതരത്തിൽ ഉണ്ടാക്കാം. ഇത്തരം പലതരത്തിലുള്ള അവിൽ മിൽക്ക് മാത്രം കിട്ടുന്ന ഷോപ്പുകൾ തന്നെയുണ്ട്. വലിയ വില കൊടുക്കാതെ വളരെ എളുപ്പത്തിൽ നമ്മൾക്കിത് വീട്ടിലുണ്ടാക്കി കൊടുക്കാം. ഇത് 1 സ്പൂൺ വെച്ച് ഇളക്കിയാണ് കുടിക്കേണ്ടത്, കാരണം നമ്മൾ ചേർത്ത പഞ്ചസാര അലിഞ്ഞിട്ടുണ്ടാവില്ല. മധുരം എല്ലായിടത്തും ഒരുപോലെ എത്താൻ ഇളക്കി കുടിക്കുക. ഐസ്ക്രീം നിങ്ങൾക്കിഷ്ടമുള്ള ഫ്ലേവറിലുള്ളത് ചേർക്കാം. ഒരു നേരത്തെ ആഹാരത്തിന് പകരം ഇതൊരു ഗ്ലാസ് മതി വയറ് നിറയാൻ. നല്ല ഹെൽത്തിയാണ് താനും. ഈ അവിൽ മിൽക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. നമ്മൾ ഇന്നുണ്ടാക്കിയ 2 വിഭവങ്ങളും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. മാമ്പഴപ്രിയർക്ക് മാമ്പഴ സാഗോ ഡ്രിങ്ക് ഇഷ്ടമാകും. അതുപോലെ അവിലും പാലും പഴവും നട്ട്സും ഐസ്ക്രീമും കൂടി ചേർന്നൊരു അവിൽ മിൽക്കിൻ്റെ കോമ്പിനേഷൻ സൂപ്പറാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു അടിപൊളി വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.